ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞാല് തൃശ്ശൂരിൻ്റെ ആ ഒരു പേഴ്സണൽ ട്രിപ്പ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 3:31 ആയിക്കോണം കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് എന്നെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ലാൻഡ് ചെയ്തിക്കണമെന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് ടൈമിന് തന്നെ 3 മണിക്ക് തന്നെ ലാൻഡ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എന്തായാലും ചിലപ്പോൾ പുറത്തിറങ്ങാൻ എടുക്കുമായിരിക്കും. ഇന്റർനാഷണലിലാണ്, ദുബായിൽ നിന്നാണ് ആള് വരുന്നത്. ഞാൻ ഏതായാലും ആലുവ കഴിഞ്ഞിട്ടുണ്ട്, ദേശത്തെത്താനായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കിലോമീറ്ററിന്റെ അടുത്തും കൂടി പോയാൽ ദേശത്തും. അപ്പോ കുഴപ്പമില്ല, വണ്ടികളില്ലാത്തോണ്ട് വലിയ തിരക്കില്ലാത്തോണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. ഞാൻ 3:11 അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ സമയം 3:32. അങ്ങനെ നമ്മള് എയർപോർട്ടിന്റെ റോഡ് കയറിട്ടോ. നമ്മളിവിടെ എയർപോർട്ടിലേക്ക് എത്തിട്ടോ. ലാസ്റ്റ് ഉള്ള ഫ്ലൈ ഓവറും കയറി. ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററും കൂടി ഉള്ളൂ. നമ്മളെ ഇന്റർനാഷണലിലാട്ടോ ആള് വരുന്നത്. ഞാനിത് മിക്കവാറും ലേറ്റ് ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാന് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ നേരത്താണ് ഫോണിലേക്ക് നോക്കണത്. അപ്പൊ ഒരു 3-4 മിനിറ്റ് മുമ്പ് ഒരു മിസ് കോൾ ഉണ്ട് ഇന്ത്യൻ നമ്പറിന്. അപ്പൊ ഞാൻ അതിൽ കോണ്ടാക്ട് ചെയ്തപ്പോ ആളിവിടെ ലാൻഡ് അയക്കണെന്ന് പറഞ്ഞു. അപ്പൊ മിക്കവാറും നമ്മളുണ്ടല്ലോ, കുറച്ച് നേരം പൊക്കി കഴിഞ്ഞാല് എവിടെ ഓപ്പോസിറ്റുള്ള ആൾ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോ ഒരു 5-6 കിലോമീറ്ററൊക്കെ മുമ്പിൽ കൂട്ടി പറയും. നമ്മളങ്ങനെ എത്താനായിക്കോളുന്നില്ല രീതിയിൽ അങ്ങനെ തുണ പറഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ ആയിരുന്നു. ഭാഗ്യത്തിന് ഞാനവിടുന്ന് പോന്നിക്കണോന്ന് പറഞ്ഞു. നമ്മളെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രസ് ചെയ്യലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞ അപ്പൊ തന്നെ നമ്മൾ വേഗം ഇറങ്ങി. 3:11 അവിടുന്ന് ഇറങ്ങിയത്. ഇപ്പൊ കറക്റ്റ് 3:40. അപ്പൊ 20, 30, 40, 31 മിനിറ്റ് കറക്റ്റ് സമയം കൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്റർനാഷണലിന്റെ ടോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോള് എൻ്റർ ആവട്ടെ. അപ്പോ അരേവല് താഴെയാണ്, മേലക്ക് ഡിപ്പാർച്ചറിനാണ് മേലെ കാണിക്കണ ഇത് ഫ്ലൈ ഓവർ ഉണ്ടോ മേലക്ക്. അപ്പോ നമുക്ക് താഴെയാണ് ഇവിടെ അരേവൽസ്. ആള് വിളിക്കണതിന് മുമ്പ് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്താ അറിയില്ല. എന്തായാലും ആള് പെട്ടെന്ന് വിളിക്കുമായിരിക്കും. ഇപ്പോ ഞാനിവിടെ നിന്ന് പോന്നിട്ട് അരമണിക്കൂർ ആയല്ലോ. അപ്പൊ ഇറങ്ങാനായിട്ടുണ്ടാവും. ആൾക്ക് വലിയ ലഗേജ് ഒന്നും ഇല്ല, 2 പെട്ടി എന്തോ ഉള്ളു. അപ്പൊ പെട്ടെന്ന് പോന്നോളെന്ന് വിചാരിക്കാം. പിന്നെ വലിയ തിരക്ക് കാണിക്കണില്ല കേട്ടോ ഇവിടെ ഇന്റർനാഷണലില്. ഇവിടെ ഈ ഒരു സൈഡില് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട, അതായിരിക്കും നല്ലത്. കണ്ട് കൂടുതൽ പോയാലേ സെക്യൂരിറ്റിക്കാർ ചിലപ്പോ പോവാൻ പറയും. അപ്പൊ ഏതായാലും ഇവിടെ നിർത്തി നോക്കാം. അല്ലെങ്കിൽ കസ്റ്റമറിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ഇവിടെ എത്തിക്കണെന്ന് പറഞ്ഞ ചിലപ്പോ ഇവിടെ എന്നെ വെയിറ്റ് ചെയ്യണമെങ്കിലോ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി ചിലപ്പോ വിളിക്കാക്കണായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മളെ എമിഗ്രേഷനിലാണ്. അപ്പൊ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. എനിക്കൊന്നിന് ചെക്കപ്പിലുണ്ട്. സൗണ്ടൊക്കെ കുറച്ചിട്ടാണ്. നമ്മളോട് അവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടോ ആ ഒരു പട്ടാൾക്കാരൻ നിൽക്കുന്നത്, ആള് പോവാൻ പറഞ്ഞു. ആളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്, ചിലപ്പോ വേടി വെച്ചാലോ. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ പാർക്കിങ്ങില് ഇടാം. അപ്പോ 60 രൂപ അല്ല, നമ്മളത് 100 രൂപ പോകാൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. ചിലപ്പോഴല്ല, എന്തായാലും പോകും. കാരണം ഇനിയിപ്പോ ആളെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പോത്തിന് അപ്പോ 10 മിനിറ്റിനാണ് 60 രൂപ. അത് കഴിഞ്ഞാൽ 100 രൂപ സ്റ്റാർട്ട് ആവും 2 മണിക്കൂറത്തേക്ക്. പിന്നെ 2 മണിക്കൂറുണ്ട്. നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഇവിടെ 2 വണ്ടികൾ ഇട്ട് വെച്ച് പോകണം. നമുക്ക് സെക്യൂരിറ്റിക്കാരും വരികയാണെന്നുണ്ടെങ്കിൽ പറയാം. സെക്യൂരിറ്റിക്കാരൻ പോകാൻ പറയുന്നുണ്ട്. പിക്കപ്പ് പിക്കപ്പ് ആ സൈഡാ. ഓക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇടാൻ പറഞ്ഞിക്കണ്. പക്ഷെങ്കില് അത് അപ്പത്തിന് ഈ സെക്യൂരിറ്റിക്കാരൻ മാട്ടി വിടും. അതാണ് സംഭവം ഉണ്ടാവുക. അത് അയാള് പോകാൻ പറഞ്ഞു. അതിന്റെ മുമ്പ് കൊണ്ടുപോയിടാം. ഇതിന്റെ മുമ്പ് കൊണ്ടുപോയിട്ടോട്ടെ. ഈ ഇന്നോവന്റെ ഇവിടെ വലിയ തിരക്കില്ല. പോവാൻ പറഞ്ഞാലേ നമ്മൾ വീണ്ടും റൗണ്ട് ചുറ്റി വരേണ്ടി വരും. അതിനുള്ള സമയമൊക്കെ ഉണ്ടാവും. എമിഗ്രേഷനിലാണെന്ന് പറഞ്ഞത്. എന്തായാലും ഒരു 10-15 മിനിറ്റ് മാക്സിമം ചിലപ്പോൾ എടുക്കുമായിരിക്കും, എന്താ അറിയില്ല. ഞാൻ ഏതായാലേ കുറച്ച് മേക്കപ്പ് പരിപാടികളുണ്ട്. നമ്മള് കുറച്ച് സൺസ്ക്രീൻ ഇടാണ്ട്. ഇവിടെ ഒരു മൂക്കിന്റെ അവിടെ ഒരു ചെറിയൊരു ഗ്രിപ്പ് വരുന്നുണ്ട്. ഞാന് ഇത് ഇടല് തുടങ്ങിയിട്ടാണോ എന്താ അറിയില്ല. അവിടെ ഇപ്പൊ ഇങ്ങനെ ഡെയിലി തേക്കേണ്ട ഒരു ആവശ്യമായി. അപ്പൊ അത് ഏതായാലും ഇട്ട് കൊടുക്കട്ടെ. ആള് വരുമ്പത്തിന്. ഞാൻ ഇത്ര നേരത്തെ ഇവിടെ എത്തുമെന്ന് കരുതിയില്ല കേട്ടോ. നമ്മളെ കാരണത്താല് കുറെ ലേറ്റ് ആവുമെന്ന് കരുതിന്. അപ്പൊ കറക്റ്റ് സമയം നമ്മളിവിടെ എത്തി. ഇതാണ് ടാക്സി വിളിച്ചു കഴിഞ്ഞാല് നമ്മളാണ് ഫസ്റ്റ് എത്തേണ്ടത്. അവര് വരുമ്പോ വണ്ടി ഇവിടെ അങ്ങനെ കാണണം. മറ്റേത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഏതായാലേ നമ്മളെ മേക്കപ്പ് പരിപാടികൾ ചെയ്യട്ടെ കേട്ടോ. സൺസ്ക്രീൻ ഇടട്ടെ. ആദ്യം കുറച്ച് മൂക്കിൽ അപ്ലൈ ചെയ്യുക. മൂക്കിലും ഇവിടെയാണ് കൂടുതൽ വരുന്നത്. ഒരു വൈറ്റ് കളർ ഇങ്ങനെ. ആരൊക്കെ ഇങ്ങനെ വിസിലടിക്കുന്നുണ്ട്. സെക്യൂരിറ്റിക്കാരാണ്. ചിലപ്പോ എന്റെ വണ്ടിക്കേക്കാരോ. ഞാനാണ് നോക്കണില്ല. ബാക്കിലാണ് കൂടുതൽ സെക്യൂരിറ്റി ആളുള്ളത്. ഇവിടെ വന്നാണ്ട് പറയട്ടെ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ചുറ്റും.
അവർക്ക് ബുദ്ധിമുട്ടാക്കണം. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ, ബാക്കിലൊന്നും വണ്ടികളില്ല, ബാക്കിലത്തെ ഇന്നോവ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ല. അവര് പറയുകയാണെങ്കിൽ മാറ്റി കൊടുക്കാത്ര തന്നെ, അല്ല അപ്പൊ എന്താ. ഏതായാലും സമയം 4:02 കേട്ടോ. നമ്മളോട് സെക്യൂരിറ്റി ചേട്ടൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പോട്ടെ. ഇനി ഏതായാലും പാർക്കിങ്ങിൽ കൊണ്ടുപോയിടാം. എന്നോട് ഒന്ന് റൗണ്ട് ചുറ്റിട്ട് വരാനാ പറഞ്ഞ സെക്യൂരിറ്റി ചേട്ടന്. അപ്പൊ എന്താ വെച്ചാല് ഇനി റൗണ്ട് ചുറ്റി വന്ന പിന്നെയും ചിലപ്പോ ചുറ്റേണ്ടി വരും, പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ, ഇവിടേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റണ ഏതായാലും ഈ പാർക്കിങ്ങിൽ ഇവിടെ വലതുഭാഗത്തൊരു പാർക്കിംഗ് ഉണ്ട് ഇന്റർനാഷണലിന്റെ. അപ്പൊ അതിലിടണം. അതിലിട്ടാ പോരാ, നമുക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാനും പറ്റണ വഴി ഉണ്ടോന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആണില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടി റൗണ്ട് ചുറ്റിയിട്ട് വരേണ്ടി വരും. ഞാനിവിടെ പാർക്കിങ്ങിൽ ഏതായാലും കയറ്റട്ടെ, അല്ലാതെ അവിടെ നിർത്തിയിടാൻ പറ്റില്ല. അവരങ്ങനെ വിസിലോതും. അപ്പോ നമുക്ക് വണ്ടി എടുത്ത് വേണ്ടി പെട്ടെന്ന് മാറ്റും വേണ്ടി വരും. ഇവിടെ കേട്ടോ കാർ പാർക്കിങ്ങിന്റെ എൻട്രി കിടക്കണത്. അപ്പോ ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഇനി ഇവിടെ 100 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. കസ്റ്റമർ വിളിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഇവിടെ പാർക്കിങ്ങിന്റെ ബില്ല് കൊടുക്കണ അവിടെ എത്തിയപ്പോ ആള് വിളിച്ച്, ആള് ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഏതായാലും ഇപ്പൊ ബാക്ക് എടുത്ത് പോകാൻ പറ്റില്ല. ഇനിയിപ്പോ ടിക്കറ്റ് 100 രൂപ കൊടുത്തിട്ട് എന്തായാലും ഇവിടെ ആണെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോഴാണെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും ഇവിടെ തന്നെ കൊടുക്കാം പൈസ. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് കയറിയാല് നമ്മളെ പിക്കപ്പ് പോയിന്റിലേക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഏതായാലും പോയിട്ട് നമ്മളെ കസ്റ്റമറെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയം ഒരു 5:48 ആയപ്പോഴേ നമ്മളിവിടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, നാളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതിപ്പോ ഏകദേശം 5:52 ആയിക്കോണം ഇപ്പൊ സമയം. അപ്പോ 4:07 നമ്മള് 4:10 പിക്ക് ചെയ്ത്, 4:07 ഞാൻ ലാസ്റ്റ് കോള് നോക്കിയത്. അപ്പൊ ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. 75 കിലോമീറ്റർ ഉണ്ടായിരുന്നു ടോട്ടല് നമുക്ക് പോരാന്. അപ്പൊ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്, എവിടെയും നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടില്ല. അതെ, അവര് പുറത്തിറങ്ങാൻ ലേറ്റ് ആയത് ആളെ മോന്റെ എന്തോ ഇമിഗ്രേഷന്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, നമ്മള് പറഞ്ഞതിനെക്കാട്ടിലും ഒരു 200 രൂപ റൗണ്ട് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഇട്ടെന്നിട്ടുണ്ട്. അപ്പൊ ആള് സർപ്രൈസ് ആണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇനി ഏതായാലും ഇവിടുന്ന് ഗുരുവായൂർക്ക് അടുത്താണ്. അപ്പൊ എന്നോട് പറഞ്ഞു വീടിന്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് ഈ റോഡ് ഇപ്പൊ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ എത്താൻ പറ്റും പറഞ്ഞു. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, പാവറട്ടി കേട്ടോ, പാവറട്ടി. അപ്പൊ ഇത് നേരെ പോയാല് ഗുരുവായൂർ എത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാപ്പ് ഇട്ടോക്കട്ടെ, ഇവിടുന്ന് ഏതോ ലെഫ്റ്റ് ഒക്കെ തിരിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലെഫ്റ്റ് കഴിഞ്ഞ് മാപ്പ് ഇട്ടോക്കട്ടെ. ഗുരുവായൂർ പോയാലും എന്താ വെച്ചാല് ചിലപ്പോ രാവിലെ തന്നെ ആവുകൊണ്ട് ചിലപ്പോ അവിടുന്ന് എറണാകുളത്തേക്ക് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എറണാകുളത്തേക്ക് അടിച്ചാ ഭാഗ്യമായി. ഇനി പിന്നെ അവിടെ എറണാകുളം പോയിട്ട് ലോക്കൽ ഓടാലോ. ഇവിടുന്ന് ഗുരുവായൂർക്ക് 6.8 കിലോമീറ്റർ കേട്ടോ. 13 മിനിറ്റ് ആണ് സമയം കാണുന്നത്. ഞാന് വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് 2.4 കിലോമീറ്ററും കൂടി ഉണ്ട്, 8 മിനിറ്റ്. അപ്പൊ ഇവിടെ കുറച്ച് അപ്പുറത്ത് ഒരു ചായപ്പീടി കണ്ടു, ഈ ട്രാവലറിന്റെ അപ്പുറത്ത്. അപ്പൊ അവിടെ പോയി ചായ കുടിക്കാന്ന് വിചാരിച്ചു. CNG കുറവാണ്, CNG 2 പുള്ളിയും പാടെ ഉള്ളതാണ്ടോ, അല്ല 1 പുള്ളിയായോ. ഇപ്പൊ നിർത്തണത് വരെ 2 പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ CNG അടിക്കണം. അത് ഇവിടെ എവിടെയും പമ്പ് അടുത്തുണ്ടോ എന്താ അറിയില്ല. എറണാകുളം ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടായിന്. പോണ വഴിക്ക് ഇനിയിപ്പോ CNG അടിച്ചാലും കുഴപ്പമുണ്ടായില്ല. ഇവിടെ പിന്നെ അടുത്ത് CNG ഉണ്ടോ എന്താ അറിയില്ല. ചായ അടിക്കട്ടെ പോയിട്ട്, അത് കഴിഞ്ഞിട്ട് CNG പമ്പ് ഉണ്ടോന്ന് നോക്കി നോക്കണം. ഞാൻ എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് അമ്പലത്തിന്റെ അവിടേക്ക് പോകണമെന്നില്ല കേട്ടോ. ചിലപ്പോ ഇവിടുന്ന് തന്നെ ഈ ഭാഗത്ത് തന്നെ ട്രിപ്പ് അടിക്കുമല്ലോ, 2 കിലോമീറ്റർ ഒക്കെ ഉള്ളു അമ്പലത്തിന്റെ അവിടേക്ക്. അവിടെ പോയാൽ ചിലപ്പോ ഇനി വണ്ടി ഇടാനൊന്നും സ്ഥലം ഉണ്ടാവൂല. അപ്പൊ ഏതായാലും പോയിട്ട് ചായ അടിക്കട്ടെ. ഒരു ചായ പറഞ്ഞിട്ട് കേട്ടോ, ഇതെന്തോ ഒരു വെറൈറ്റി ഒരു സാധനം ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാ ബൈക്കാരോ, ഞാനേതായാലേ ഒരു നെയ്യപ്പം കഴിക്കട്ടെ. ഇതെന്തോ ഒരു സംഭവം മധുരാണ് എന്താ അറിയില്ല. സമയം ഒരു 7:32 ആയപ്പോഴേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഇബ്രാഹിം. പക്ഷെങ്കില് ഇത് ഞാൻ എടുക്കുന്നില്ല, ക്യാൻസൽ ചെയ്യാട്ടോ. അതെന്താ വെച്ചാല് 358 രൂപയാണ്. 24 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട്, പിന്നെ പിക്കപ്പും ഉണ്ട്. അത്യാവശ്യം ഒരു 3 കിലോമീറ്ററോളം പിക്കപ്പും ഉണ്ട്. 2 എത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പൊ വലിയ മെച്ചല്ല, 3.4 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഉണ്ടോ. അപ്പൊ ഏതായാലും ഇത് ക്യാൻസൽ ചെയ്ത് കളയാണ്. ചിലപ്പോ ഇവിടുന്ന് വേറെ ട്രിപ്പ് ഒന്നും അടിക്കൂലായിരിക്കും, എന്താ അറിയില്ല. എന്തായാലും അത് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വല്ല ഫേക്ക് ആണ് എന്താ അറിയില്ല. എന്തായാലും ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒറ്റ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതിനു ശേഷം വേറെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. സമയം ഇവിടെ 7:59, 8 മണിയായി. ഞാൻ ഏതായാലും ഇവിടുന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് ഇങ്ങനെ ചെന്ന് നോക്കട്ടെ. ഗുരുവായൂർ ഇവിടുന്ന് പോയിട്ട് അവിടെ റേറ്റ് ഒക്കെ റോഡുണ്ട്, ആ റോഡാട്ടോ കാണിക്കുന്ന ഇതില്.
അപ്പൊ അവിടെ ചെന്ന് നോക്കട്ടെ. ഇനിയിപ്പോ ഇവിടുന്ന് വേറെ ട്രിപ്പ് ഒന്നും അടിക്കണില്ല. നമ്മളെ CNG വീണ്ടും 2 പുള്ളിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 107 കിലോമീറ്റർ ആട്ടോ ഇന്നിപ്പോ നമ്മൾ ടോട്ടൽ ഓടിയത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ CNG ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ ഒന്ന് ചാവക്കാടും ഉണ്ട്, ഒന്ന് ഗുരുവായൂരും ഉണ്ട്. ഗുരുവായൂർ ഇന്ത്യൻ ഓയിലുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ പോണ ഭാഗത്തുള്ളതാ ഗുരുവായൂരുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മള് ഗുരുവായൂർ ഭാഗത്തേക്ക് ചെന്ന് നോക്കാന് തീരുമാനിച്ചു. ഇതിപ്പോ നേരത്തെ തന്നെ പോയ മൈന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആപ്പ്. ചാവക്കാടും ഉണ്ട്, ഗുരുവായൂരും ഉണ്ട്. അപ്പൊ ഏതായാലും ഗുരുവായൂർ പമ്പിലേക്ക് പോയോക്കട്ടെ. മറ്റേ ട്രിപ്പ് നമ്മൾ പോയിക്കണെങ്കിലേ നമുക്ക് ഭയങ്കര നഷ്ടമാവും. ആ 300 സംതിങ്ങിന് അടിച്ചില്ലേ, ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതെന്താ വെച്ചാൽ അതിലാറൊക്കെ നല്ലത് കാലടിച്ച് പോണതാ. ഇന്നലെ ഇപ്പോ അത് 30 എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ 3.5 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. റിൻഷിദിന് ഇന്നലെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആലപ്പുഴക്ക്. സെയിം കിലോമീറ്റർ അല്ല, സെയിം അല്ല, 24 എത്ര കിലോമീറ്റർ, 1000 സംതിങ് ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു അവന്. അപ്പോ അത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത് 30 സംതിങ് ഉണ്ട്, എന്നിട്ട് 300 സംതിങ് ഉള്ളൂ റേറ്റ്. അപ്പൊ അതൊക്കെ പോണില്ലാറല്ലേ, വെറുതെ കാലടിച്ച് പോണതാ. ഇനിയിപ്പോ ഏതായാലും ഇതിന്റെ അടുത്തേക്ക് നോക്കട്ടെ. 1.9 കിലോമീറ്റർ ഉണ്ട് പമ്പിലേക്ക്. നമ്മളെ ഇവിടെ പമ്പിന്റെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഇന്ത്യൻ ഓയിലാട്ടോ CNG ഉള്ളത്. കറക്റ്റ് ഇവിടെ എത്തിയപ്പോത്തിന് CNG വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എവിടെയാണ് CNG അടിക്കണ ഏരിയ എന്നാവും. ഈ കാറിന്റെ മൂട്ട് കൂടിയാണ് പോവാ. ചേച്ചി ഒന്ന് മാറി തരൂ. ഓക്കെ. അപ്പൊ ഇനി നേരെ പമ്പിലേക്ക്. അവിടെ CNG ഉണ്ട്, ഓട്ടോറിക്ഷകൾ അടിക്കുന്നുണ്ട്. അപ്പുറത്തൊരു എർട്ടിക വണ്ടിയും പാടെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാം. അപ്പുറത്ത് അവിടെ 2 കുറ്റി ഉണ്ട് കേട്ടോ CNG അടിക്കണേ. അപ്പൊ ഏതായാലും കാറുകാരൻ്റെത് CNG അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടിക്കാം. നല്ല പ്രഷറുള്ള പമ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലതിപ്പോ കുറഞ്ഞു. നേരത്തെ 200 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നല്ല ഉണ്ടോ, 200 വരെയായി. പഠിച്ചോണ്ട് പ്രഷറിലാണ്. അങ്ങനെ നമ്മളെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. ഫുൾ ടാങ്ക് കയറിയിട്ടുണ്ട്. നല്ല പ്രഷർ ഉണ്ടോ തോന്നുന്നു. അപ്പോ എത്ര ഓടി കഴിഞ്ഞ CNGയില് 188 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അതിലൊരു 10 കിലോമീറ്റർ കൂടി പോയി. ലാസ്റ്റ് ഒരു ഒട്ടിമ്പാട് ഉണ്ടായിരുന്നു. 762 രൂപ കേട്ടായത് CNGക്ക്. ഇനിയിപ്പോ ഇവിടെ എവിടെയല്ലേ സൈഡ് ആക്കിയിട്ട് നിൽക്കേണ്ടി വരും. ഇവിടെ ഇനിയിപ്പോ ആകെ കുറച്ച് ദൂരം ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫസീലാന്റെ ട്രിപ്പാണ് അടിച്ചിട്ടുള്ളത്. ആളെ ഹെഡൊന്നും കാണുന്നില്ല. ഒരു 4 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഇത് ഈ 4 കിലോമീറ്റർ പിക്കപ്പിൽ ഞാൻ പോണെന്താ വെച്ചാല് ഇത് നമ്മളെ എയർപോർട്ടിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫെയർ ഉണ്ട്. പിന്നെ ഇതില് ഹെഡ് കാണുന്നില്ല. പിന്നെ ഞാനിതിൽ കോൾ ചെയ്യാൻ നോക്കിയപ്പോ അതിൽ ഹായ് അയച്ച് അത് കാണുന്നില്ല. ആള് റിപ്പോളും തരുന്നില്ല. ചിലപ്പോ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ഫേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്തൊന്നും അല്ല, എന്നാലും ഏകദേശം 7 സ്ഥലത്തൊക്കെ ചിലപ്പോ ഫേക്ക് അടി ഉണ്ടാവുമായിരിക്കും, എന്താ അറിയില്ല. അപ്പൊ ഞാൻ ആൾക്ക് കോൾ ചെയ്തപ്പോഴേ ഇന്ത്യയിൽ നോർമൽ കോൾ ചെയ്യാൻ പറ്റൂല, ഡാറ്റ മാത്രമുള്ള റീചാർജാണ്. ഞാൻ അറിയാണ്ട് ചെയ്തു പോയി. അപ്പൊ ഇതില് കസ്റ്റമർ നമുക്ക് ഡാറ്റ കോൾ ചെയ്യാൻ പറ്റും, നെറ്റ് പോയി. അപ്പൊ അത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് റിംഗ് ആയിട്ട് കട്ടാവുകയാണ്. ചില ട്രിപ്പുകൾ അങ്ങനെ ഉണ്ടാവലുണ്ട്, റിംഗ് ആയിട്ട് കട്ടാവലുണ്ട്. അപ്പൊ എനിക്ക് യാതൊരു ഇതിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഏതായാലും ചെന്ന് നോക്കട്ടെ. 4 കിലോമീറ്റർ ഉണ്ട്. നമുക്കിപ്പോ CNG ആവുകൊണ്ട് 1 കിലോമീറ്ററിന് ഒരു 4 രൂപ 5 രൂപ മാക്സിമം ചെലവ് വരുള്ളൂ. അപ്പൊ നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്ററിന് 20 രൂപ നമുക്ക് നഷ്ടമാവും. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രിപ്പ് ആയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫെയറും ഉണ്ട്. നമ്മൾ എറണാകുളത്തേക്കാണല്ലോ ഡ്രോപ്പ് ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ പ്ലാന്. ഇത് നല്ല ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫസീല എന്നാണ് കസ്റ്റമറുടെ പേര്. ഒരു ലേഡിന്റെ പേരാണിത്. ഫേക്ക് ആണെന്താ അറിയില്ല. എന്തായാലും ചെന്ന് നോക്കട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ട്രിപ്പ് ഏതോ മഹാൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി യൂസ് ചെയ്തതായിരുന്നു. ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു 750 മീറ്ററും കൂടി ഉണ്ടായിരുന്നുള്ളൂ പിക്കപ്പിനായിട്ട്. അപ്പൊ ഇതിനാള് ക്യാൻസൽ ചെയ്ത്. ഈ ഒരു ഭാഗത്താട്ടോ ലൊക്കേഷൻ കാണിക്കുന്നത്. എന്താ ഇപ്പൊ പറയാ, ഓനൊരു മനസ്സുഖം, എനിക്കൊരു മനസ്സുഖം. നല്ല സുഖം. ഏതായാലും ഓന് ഊബർ ഓടാണെങ്കിൽ അവൻ്റെ ഊബറിന്റെ അക്കൗണ്ട് പൂട്ടി പോണേ എന്ന് പ്രാർത്ഥനയോടെ ഷാഹിർ എവിടെയെങ്കിലും പോയി ചാവടാ. വെറുതെ ഇന്ന 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് വരുത്തിച്ച്. പോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടുകയാണെങ്കിൽ നല്ല ബമ്പർ, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മറക്കുക. വേറെ ഒന്നും ഇപ്പൊ അതിൽ ചിന്തിക്കാനില്ല. ഇനിയിപ്പോ ഇവിടെ എവിടെയും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാല് പറ്റിക്കാൻ കരുതിയ ആളാണെന്നുണ്ടെങ്കിൽ ഇനിയും ട്രിപ്പ് അടിക്കും. കാരണം ഓനിപ്പോ മനസ്സിലായി ഞാൻ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഇനി പിക്കപ്പ് കുറച്ച് അപ്പുറം നിന്ന് അടുപ്പിക്കും, വീണ്ടും പോവും. അപ്പൊ അതാണൊരു പ്രശ്നം. ഇനി ഹെഡ് കാണുന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി പോകണുള്ളൂ. ഇവിടുന്ന് കൂടുതൽ പിക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തായാലും ഈ ഏരിയയിൽ നിന്നാണ് ഈ പിക്കപ്പ് ലോങ് കിട്ടും ചെയ്യും. കാരണം അടുത്തടുത്ത് വണ്ടികളില്ലാത്തതുകൊണ്ടേ കുറച്ച് വിട്ടുള്ള വണ്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജെനുവിൻ ആണോ അല്ലേന്ന് അറിയാൻ കഴിയൂല. കുഴപ്പമില്ല. അടുത്ത ഏതായാലും ഫേക്കുകളോ നല്ല ട്രിപ്പുകളോ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഗൈസ് അങ്ങനെ കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ. ഇപ്പൊ സമയം 9:49 നമ്മൾ ഏകദേശം ഒരു 9 മണിക്കൊക്കെ ആയിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് അവിടുന്ന് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് വണ്ടി നേരെ ഓടിച്ചിട്ട് നമ്മളെ ഗുരുവായൂർ സൈഡിലേക്ക് തന്നെ പോട്ടോ. തൃശ്ശൂർ ഭാഗത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ഗുരുവായൂർ നേരത്തെ ട്രിപ്പ് അടിച്ചില്ലല്ലോ, അതുപോലെ ഇങ്ങനെ എടുത്ത് പോയോക്കാം. ട്രിപ്പ് അടിക്കാൻ ഇരിക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ കുറച്ചു നേരം നിർത്തിയാണ്ടേ നേരെ തൃശ്ശൂരിലേക്ക് വിടാം. അവിടെ 2-3 ലോക്കൽ ഓടിനിടയിൽ ചിലപ്പോൾ എറണാകുളത്തേക്ക് ട്രിപ്പ് അടിക്കാക്കൂല. ഏതായാലും പോയി ഓടട്ടെ, ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല. അങ്ങനെ കേസ് നമുക്ക് ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹിമാവൻ എന്നാണ് കസ്റ്റമർ, ഹിമവനോ അങ്ങനെ എന്തോ ആണ് കസ്റ്റമർ പേര്. ഇനി ഇവിടുന്ന് ഒരു 600 മീറ്ററും കൂടി ഉള്ള പിക്കപ്പ് ഉള്ളു കേട്ടോ. സംഭവം എന്താ വെച്ചാല് റേറ്റ് കുറച്ച് കുറവുണ്ട്. തൃശ്ശൂരിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോ ഞാന് 2 ട്രിപ്പ് പഠിപ്പിച്ച് ക്യാൻസൽ ആയല്ലോ. 3 ആയി കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഹോൾഡ് ആവും. 15 മിനിറ്റ് പിന്നെ ഓൺ ആക്കാൻ പറ്റൂല. അപ്പൊ പേരിന് ഇപ്പൊ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാല് അത് വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ട് ആവും. 3 ട്രിപ്പ് ക്യാൻസൽ ആയാലും പിന്നെ ആവുള്ളൂ. അപ്പൊ പിന്നെ അതിന് എടുക്കാന്ന് കരുതി. കാരണം ഞാൻ തൃശ്ശൂരിലേക്ക് ഇങ്ങനെ കാലടിച്ച് പോവല്ലേ. ഇത് തൃശ്ശൂരിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. 20 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മളെ പോയി കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. ഗേസ് നമ്മള് ഇവിടെ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആള് 1 മിനിറ്റ് എന്ന് പറഞ്ഞു കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ്. അങ്ങനെ ഗേസ് നമ്മളെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഞാനിപ്പോ ഇവിടെ എറണാകുളത്തേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ ഇവിടെ ഏതൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഈ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 500 രൂപ ഇട്ട് കിട്ടിയത്. ഇത്ര അല്ല, ബാക്കി കൊടുക്കാൻ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ അപ്പൊ അത് ബാക്കി അവിടെ വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 500 രൂപ കിട്ടി ഈ ട്രിപ്പിന്. നമ്മളിപ്പോ ഡ്രോപ്പ് ചെയ്ത ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി 72 കിലോമീറ്ററും കൂടി ഉണ്ട് എറണാകുളത്തേക്ക്. 2 മണിക്കൂറാട്ടോ സമയം. ഞാൻ ഏതായാലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കുന്നില്ല. ആ പോണൊരു കേട്ടന് ഇവിടെ ഒരു ഡിസയർ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എറണാകുളം ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് ഞാൻ. എവിടെയും നിർത്തിയിട്ടില്ല, വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിക്കാണ് എറണാകുളത്തേക്ക്. അപ്പൊ ചെറിയ ലോക്കൽ ട്രിപ്പുകളൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ പോണ വഴിക്ക് വല്ല ഹോട്ടലും കണ്ടാലേ ഫുഡ് കഴിക്കാൻ കയറും വേണം. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നല്ല മഴ പെയ്ത്, പെരുമഴ. അപ്പൊ സാധനേ മഴയൊക്കെ ചോർന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഒരു ബിരിയാണി വിൽക്കണ ഒരു വാൻ ഉണ്ട് തണ്ടേ ബാക്കിലുള്ള. അപ്പൊ അവിടുന്ന് ഒരു ബിരിയാണി വാങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ച് അവിടെ സൈഡാക്കിയിട്ട്. അപ്പൊ ഞാൻ കഴിക്കണ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോട്ടലിലേക്ക് കയറണ്ടല്ലേ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചത്. അപ്പൊ ഇതിന് മഴയൊക്കെ ചോർന്നു. എന്തായാലും ഇവിടുന്ന് ഒരു ഫുഡ് വാങ്ങട്ടെ, ബിരിയാണി വാങ്ങട്ടെ. നെയ്ബർ ബിരിയാണി കേട്ടോ, ഫ്ലെക്സിമുള്ള പേര്. അപ്പൊ ഏതായാലും ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ മഴത്ത് ഇറങ്ങണ്ടല്ലോ, ആള് കൊടുന്നോളൂ. വണ്ടി പാർക്ക് ചെയ്യാനേ ഇവിടെ സ്ഥലമല്ല. നമ്മളെ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആള് ബാക്കി ബാലൻസ് തരാൻ വേണ്ടി പോയിക്കാണ്. അത് കൊണ്ടിട്ടെ ഫുഡ് വാങ്ങിയിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോകുന്നതിന് ഇവിടെ വണ്ടി ഇടാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഏതായാലും ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ കൈയൊക്കെ കഴുകി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണത്. അപ്പൊ ഇവിടെ നമ്മളെ വണ്ടി കഴിക്കണ ഒരു തോർത്ത് വിരിച്ചിട്ടുണ്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് കുഴപ്പമുണ്ടാവില്ല എന്നേക്കും വിചാരിക്കാം. ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഫുഡ് കഴിക്കട്ടെ. നമ്മളെ ഫുഡ് കഴിക്കൽ പരിപാടി കഴിഞ്ഞ് ഊബർ ഞാൻ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമയം 12:33 ഇനി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കട്ടെ. ഫുഡ് കഴിച്ചിന്റെ റെസ്റ്റ്. ഞാൻ ഊബർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കണ്ടോ കേരള സവാരി ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഒരു 1 മണി വരെ നമുക്ക് ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് വല്ല ഇങ്ങനെ കാലടിച്ചിട്ട് ഇങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടി വരും. ചാലക്കുടി ഭാഗത്ത് നിന്ന് അങ്കമാലിന്ന് എവിടുന്നേരൊക്കെ ട്രിപ്പ് അടിച്ചോളൂ. ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. നമ്മളെ ഹൈവേന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചിങ്ങോട്ട് പോന്നപ്പോഴേ അവിടെ ഹൈവേയില് ഒരു പട്ടി ചത്ത് കിടക്കുന്നുണ്ട്. അവിടെ റോട്ടിലാണ്ടോ ഒരു വെള്ള കളറാണല്ലോ. അപ്പൊ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുള്ളൂ, ഒന്നും വണ്ടി വല്ലാണ്ട് കേറിയിട്ടില്ല. അപ്പൊ അടുത്ത വണ്ടി കേറുന്നതിന് മുമ്പേ അതിനെ പിടിച്ചിട്ടൊന്ന് റോഡ് സൈഡിലേക്ക് മാറ്റിയിടട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയും കൂടി കയറും. ലോറി കയറി അത് ചതയും ചെയ്യും. അല്ല ബൈക്കാണെങ്കിൽ വേറെ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബൈക്ക് മറിയുകയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരു അപകടം അവിടെ ഉണ്ടാവാക്കൂല. അപ്പൊ ഏതായാലും ഇപ്പൊ ഇതുവരെ ആരും തട്ടില്ല, പോയിട്ട് അത് മാറ്റിയിടട്ടെ. അതങ്ങനെ എല്ലാ സൈഡിലേക്ക് മാറ്റിട്ടു. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ഫാസ്റ്റ് ടാഗിന്റെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ചെറിയ ചെക്കൻ. ഓനത് കണ്ടിക്കണോ എന്താ അറിയില്ല. എന്തായാലും അത് അവിടേക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടി നല്ല ദമ്മിനോട് കേറി ഇറങ്ങിയിട്ടില്ലോ. എനിക്കൊന്നിനെ തെറിപ്പിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് ചതഞ്ഞിട്ടാനൊന്നുമില്ല. എന്നാ ഒന്നും പറയണില്ല. അതെ ഞാൻ കരുതിയിലാറ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കുട്ടിയാണ്, പട്ടിക്കുട്ടിയാണ്. പക്ഷെ എന്നാലും ഞാൻ എടുത്തപ്പോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ എന്താ പെട്ടെന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഹൈവേ ആണ്, വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പെട്ടെന്ന് എടുത്താണ് ഞാൻ വേഗം സൈഡിലാക്കിയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോട്ടെ. ഇവിടുന്ന് ഒരു 67 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ. 1 മണിക്കൂറും 42 മിനിറ്റ് സമയമാണ് കാണിക്കുന്നത് എറണാകുളത്തേക്ക്. ഗൈസ് അങ്ങനെ വന്ന് നമ്മള് പാലിയേക്കര ടോളിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന പച്ച ബോർഡുണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്താണ് ടോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ റോഡ് വഴി ടോൾ കട്ട് ചെയ്യാൻ പറ്റും. വെറുതെ എന്തിനാ 90 രൂപ കളയണേ. ഏതായാലും നമ്മൾ ട്രിപ്പ് അടിക്കാണ്ട് കാലടിച്ചിട്ടാണ് പോണത്. കുറെ കാലടിച്ച് പോകുന്നത്. അപ്പൊ ഇനി ടോളും കൂടിയും കൊടുത്തിട്ടുള്ള നഷ്ടം വേണ്ട. ഞാൻ 2-3 ദിവസം മുമ്പേ നാട്ടിൽ നിന്ന് വന്നപ്പോ ഈ വഴിയിലൂടെ പോയിട്ട് ടോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആമ്പല്ലൂരിലാട്ടോ ചെന്ന് കയറുക. ആമ്പല്ലൂർ സിഗ്നലിലാണ്. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഞാൻ ഇതിൽ എത്ര കിലോമീറ്റർ ആയെന്ന് നോക്കിയില്ല. ഇപ്പൊ 73.6 കിലോമീറ്റർ ആട്ടോ മീറ്ററിൽ കാണിക്കണേ. എത്ര കിലോമീറ്റർ ആണ് നമ്മൾ ഇതിൽ നിന്ന് ഓടി പോണത് നോക്കണം. ഈ റോഡ് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മോശമുണ്ട്. റോഡ് മോശമുണ്ട്. കുറെ വളഞ്ഞ് തിരിഞ്ഞ് പോവാണ്ട്. അപ്പൊ അതിന്റെ ദൂരം കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 73.6 കിലോമീറ്റർ ആട്ടോ ഇതില് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കിയപ്പോ കണ്ടത്. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോ എത്ര ഉണ്ട് നോക്കി നോക്കണം. ആ ടോളിന്റെ മുമ്പ് യൂട്ടൺ അടിച്ചിട്ട് ലെഫ്റ്റ് ഒക്കെ ഒരു വഴിയുണ്ട്. ഞാൻ അതിൽക്കൂടിയാണ് ഇതിന് മുമ്പ് ടോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ മുമ്പാട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യലില്ല. അപ്പൊ ഇന്നിപ്പോ വെറുതെ ട്രിപ്പില്ലാണ്ട് പോവല്ലേ. അപ്പൊ ഏതായാലും ഈ വഴി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിലെ പോവാന്ന് വിചാരിച്ച്. അപ്പൊ മറ്റേത് എങ്ങനെ വെച്ചാല് ഈ ടോളിന്റെ മുമ്പ് തന്നെ യൂട്ടൺ അടിക്കും. എന്നിട്ട് കുറെ ചുറ്റിയിട്ട് ടോളിന്റെ അപ്പുറത്തെ യൂട്ടൺ ഉണ്ട്, അവിടേക്ക് എത്താം. അപ്പൊ കുറെ ചുറ്റലുമായി. പിന്നെ ദൂരം വല്ലാണ്ട് കവർ ചെയ്ത് പോയിട്ടുമില്ല. അപ്പൊ ഇതെങ്ങനെ വെച്ചാല് അത്യാവശ്യം ദൂരം ഇതിനുള്ളിൽ കൂടി കറങ്ങുന്നുണ്ട്. പക്ഷെ കുറെ അപ്പുറത്ത് ആമ്പല്ലൂർ സിഗ്നലിൽ പോയിട്ടാണ് കേറുന്നത്. അപ്പൊ ഇത് ചിലപ്പോ ലാഭം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും ചെന്ന് നോക്കട്ടെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ടോൾ കട്ട് ചെയ്തിട്ടേ ഹൈവേന്റെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ആ പോണതാണ് ഹൈവേ. ഇത് നമ്മളെ ആമ്പല്ലൂരാട്ടുള്ളത് ഇപ്പൊ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ടോൾ പ്ലാസയ്ക്ക് 1.6 കിലോമീറ്റർ ആട്ടോ കാണിക്കുന്നത്. അത്രയും ദൂരം നമ്മൾ പോന്നിട്ടുണ്ട് ഇപ്പൊ. പിന്നെ മീറ്ററിലായത് ഇപ്പൊ 189.1 183.6 ആയിരുന്നു അവിടുന്ന് പോന്നപ്പോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഇപ്പൊ 6 കിലോമീറ്റർ 700 മീറ്റർ ഒക്കെയാണ് ഇപ്പൊ എക്സ്ട്രാ നമ്മൾ പോകുന്നത് ഇപ്പൊ ടോൾ കട്ട് ചെയ്തിട്ട്. അതിലിപ്പോ ഒരു കിലോമീറ്ററും 6 മീറ്ററും ഇതില് ടോൾ ഇപ്പൊ അവിടുന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ദൂരം ഉണ്ട്. അപ്പൊ അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ ആണ് നമ്മള് ടോൾ കട്ടിങ്ങിന് വേണ്ടിട്ട് എടുത്തത്. അപ്പൊ നമ്മളിതിപ്പോ CNG ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ലാഭം ഉണ്ടാവും. ഒരു 50 റുപ്യോളം ലാഭം ഉണ്ടാവും. അതാണ് ഇപ്പൊ നമ്മളെ ലാഭം ടോൾ കട്ട് ചെയ്തോണ്ട്. അപ്പൊ 5 കിലോമീറ്റർ ആട്ടോ നമ്മള് ടോൾ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ടോട്ടല് പോകുന്നത്. ഇനി ഏതായാലും ഇവിടുന്ന് നേരെ എറണാകുളം സൈഡിലേക്ക് പോട്ടോ. ഇവിടുന്ന് ഒരു 62 കിലോമീറ്റർ ഉണ്ട് ഇനി 1 മണിക്കൂറും 34 മിനിറ്റും. കേസ് നമ്മൾ പോകുന്നേ ഇതിപ്പോ എവിടെ അറിയോ? നമ്മളെ എയർപോർട്ടിന്റെ ബാക്കിലുള്ള റെയിൽവേ ഗേറ്റ് ആട്ടോ. ഞാൻ ഈ എയർപോർട്ടിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ഊബറിൽ ഇപ്പൊ 2 ട്രിപ്പായിട്ട് എടുത്ത്. ഇപ്പൊ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 140 രൂപയുടെ ഇതുണ്ടോ. അപ്പൊ അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഊബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. റെയിൽവേ ഗേറ്റ് അടച്ചിക്കാണ്. അപ്പൊ ഈ റെയിൽവേ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് മുതലാണ് ഈ എയർപോർട്ടിന്റെ ക്യൂ ഇവിടെ സ്റ്റാർട്ട് ആവുക. നമ്മൾ തൊട്ടടുത്തുണ്ട് ഈ നീലവര ഉണ്ടോ, നീലവരന്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോഴേ നമ്മളെ ക്യൂ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിക്കാണ്. നമ്മളെ റിൻഷിതും വരുന്നുണ്ട്. ഓന അവിടെ കാണുന്ന മഞ്ഞ പാലത്തും കൂടിയാണ് വരിക. ഓന്റെ ക്യൂ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് ആ പാലത്തിന്റെ കുറച്ച് മുമ്പ് തന്നെ സ്റ്റാർട്ട് ആവും. നമ്മളിത് ഈ റെയിൽവേ ഗേറ്റ് കഴിയണം, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. ഇപ്പൊ ഈ നിക്കണതൊക്കെ വെറുതെ സമയം പോവാണ്. ഏതായാലും നമ്മള് ഗേറ്റ് തുറക്കട്ടെ. എന്നിട്ട് നേരെ നമ്മളവിടെ ശരവണ ഭവനിൽ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ അവിടെ വെയിറ്റ് ചെയ്യാം എയർപോർട്ടിൽ. വന്ദേ ഭാരത് ആട്ടോ പോണത്. അതിനാണ് ഇപ്പൊ ഗേറ്റ് താത്തിയാക്കുകയും ചെയ്തോ. എവിടുന്ന് ഒരു ട്രിപ്പ് വരുന്നുണ്ട് വൈപ്പിൻകാട്ടോ. 410 റുപ്യ 24 കിലോമീറ്ററിന്. ഞാൻ ഏതായാലും എടുക്കണില്ല. ലാഭം എന്ന് പറഞ്ഞാലേ 410-ന് 24 കിലോമീറ്റർ കറക്റ്റ് 17 റുപ്യ. കിലോമീറ്ററിന് 18 റേറ്റ് ഉള്ളത്. അപ്പൊ ഇത് ഏകദേശം 18ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഈ സമരം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എത്ര തന്നെ കിട്ടണമെന്ന് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു 300-ന്റെ മേലെ, അതായത് ഒരു 15 കിലോമീറ്ററിന്റെ മേലേക്കുള്ള ട്രിപ്പുകളൊന്നും നമുക്ക് റേറ്റ് കിട്ടലില്ല. അതാണ് അങ്ങനത്തെ ട്രിപ്പുകളാണ് നമ്മൾ പേഴ്സണലാക്കി പോകാനുണ്ടായിന്. പക്ഷെ ഇപ്പൊ പേഴ്സണൽ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എത്ര കിലോമീറ്റർ കൂടിയാലും ലോക്കൽ ട്രിപ്പ് കേട്ടോ. ഇന്റർസിറ്റി ആകുമ്പോൾ ആ റേറ്റ് മാറുന്നുണ്ട്. ലോക്കൽ ട്രിപ്പ് എത്ര ദൂരം പോയാലും നമുക്ക് അതിന്റെ റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ 17.083 കാണുന്നത്. ഏകദേശം ഇപ്പൊ 18ഓളം ഉണ്ടാവും. ഏതായാലും ഇപ്പൊ അത് ലോങ് ടൈം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ആയിട്ട് എന്താ അറിയില്ല. ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ ഇവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ. ഇപ്പൊ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഫ്ലൈറ്റ് ഉണ്ടാവൂല. ഇനിയിപ്പോ ഏതായാലും ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഏതായാലും ഇപ്പൊ നമ്മളെ റിൻഷിത് വന്നല്ലോ. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മളെ താജ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. താജ് ഊബർ ഓടാനല്ല, ഓനിവിടെ എയർപോർട്ടിലേക്ക് അവൻ്റെ ഒരു ഫ്രണ്ടിനാക്കാൻ വരുന്നതാണ്. അപ്പൊ ഓനും ജസ്റ്റ് ഒന്ന് കാണണം. അപ്പൊ നമ്മള് ഗേറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഏതായാലും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോട്ടെ. നമ്മളിവിടെ വണ്ടി കൊടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെങ്ക് ബ്രോ റിൻഷിത് ഉണ്ട് ഇവിടെ. അവന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 3800. ഇനി ചായ കുടിക്കട്ടെ. ചൊവ്വാഴ്ചയാണ് ഫ്ലൈറ്റ് ഇല്ലാന്നൊക്കെ അറിയാം. എന്നാലും വന്നിക്കാണ് അല്ലേ വർത്താനം പറയാന്. ഇനി വർത്താനം പറിച്ചിട്ട് കുറച്ച് കൂടും. അത് പ്രശ്നമാവുക. ട്രിപ്പും ഉണ്ടാവില്ല. എനിക്കിപ്പോ അടിച്ചു വൈപ്പിനക്ക് അടിച്ചു.
ഗെയ്സ് അങ്ങനെ സമയം 6:52 നമ്മളിപ്പോഴാണ് ഇവിടുന്ന് വണ്ടി എടുക്കണത്. അപ്പോൾ റിൻഷിദ് അവന്റെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ക്യൂ ഇവിടെ 115 കേട്ടോ. നമ്മൾ വന്നപ്പോ 140 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 115 വണ്ടി. നമ്മളെ താജുദ്ദീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് അവന്റെ നാട്ടിൽ നിന്ന് ഒരുത്തനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നിക്കണോടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ കുറെ നേരം വർത്താനം പറഞ്ഞു നിന്ന്. പിന്നെ അവിടെ ടൗണിൽ വലിയ ഓട്ടമൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചൊവ്വാഴ്ച ആകുമ്പോ ഫ്ലൈറ്റ് ആൾ ഉണ്ടാവില്ല. 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷമാണ് കറക്റ്റ് ഫ്ലൈറ്റ് ആൾ ഇറങ്ങുള്ളൂ. ഇവിടെ റൺവേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചൊവ്വാഴ്ച ഫ്ലൈറ്റ് ഇറങ്ങണേ. അപ്പൊ ഫ്ലൈറ്റ് ഉണ്ടാവും, മണിക്കൂറിലോ ഒന്നൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിലൊന്നും വണ്ടി നീങ്ങി പോകൂല. അപ്പൊ ഏതായാലും ഇപ്പൊ 6 മണിക്ക് ശേഷം 8 ഫ്ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അടുപ്പിച്ച് പോകുന്നുണ്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ സമയം ആയിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും കയറി നോക്കട്ടെ, ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. എയർപോർട്ട് കയറിയപ്പോ ചെക്കനെ ട്രിപ്പ് അടിച്ചോക്കണം കേട്ടോ. ഞാനിവിടെ പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്താണ്ട് നിൽക്കുക. അപ്പൊ കയറിയപ്പോ കടവന്തരക്ക് അടിച്ചോണം. പക്ഷെങ്കിലേ കസ്റ്റമറെ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ ക്യാൻസൽ ചെയ്താ. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്യേണ്ട വണ്ടിന്റെ അടുത്ത് കുറച്ചു നേരം മറച്ചാൻ പറഞ്ഞിട്ട് പോവാ. ക്യാൻസൽ ആണ്ടോ കോള് കെട്ടാണ്. ഫേക്ക് ട്രിപ്പ് ആയിരിക്കും. നിങ്ങൾ ചെയ്താലേ ഓന്റെ വണ്ടിയിലൊന്ന് കറങ്ങി വരാം. മുത്തയപ്പോ വരാം. ഇവനെ തലന്റെ ഹെഡ് ഒന്നും കാണുന്നില്ല. കസ്റ്റമറെ വിളിച്ചിട്ട് എന്തൊക്കെ കമ്പ്യൂട്ടർ സംസാരിക്കണോണ്ട്. അതെ, അപ്പൊ ചെലപ്പോ ഫേക്ക് ആക്കല. അപ്പൊ ഓനൊന്ന് കറങ്ങി വരാന്ന് പറഞ്ഞു. ട്രിപ്പ് കോൾ ചെയ്തിട്ട് എടുക്കണില്ല. അപ്പൊ ഇനിയിപ്പോ അഥവാ കസ്റ്റമർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വിളിച്ചത് പോണത് അല്ലേ. മോഹന്ന് കാണട്ടെ. അപ്പൊ എന്താ വെച്ചാല് ഇനിയിപ്പോ അവനവിടെ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങോട്ട് നടന്നു പോരേണ്ടി വരും. മഴ നടന്നെത്തൂല, കാണുന്ന ദൂരം മാതിരിയല്ല. മഴ പെയ്താൽ ഞാൻ പെടും ചെയ്യും. എനിക്ക് നല്ലൊരു ട്രിപ്പ് അടിച്ചാല്. അപ്പൊ ഏതായാലും ഞങ്ങള് പോയിട്ട് വരാം. ഇനിയിപ്പോ ഇന്റർനാഷണൽ ഇങ്ങോട്ട് നടന്നു വരും. പോയിട്ട് വരാം. ഞങ്ങള് എന്തായാലും നടന്ന് വരേണ്ടി വരും. അതൊരു ഫേക്ക് ട്രിപ്പ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എന്നാലും പ്രാർത്ഥിക്കുന്നു. നമ്മള് മൂഞ്ചി ഓന് മെസ്സേജ് അയച്ചിട്ടുണ്ട് A7 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലേതോ A7 അവിടെ. ഇനിയിപ്പോ ഞാൻ നടന്നു പോണം. വേഗം ഇറങ്ങിട്ടേ വേഗം നടന്നു പോട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ട്രിപ്പ് അടിച്ചാൽ ഞാൻ മൂഞ്ചു. റിൻഷത് ഇവിടെ പറഞ്ഞു ഗേസ് ഓൻ പോയിട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് ഒരു ലോങ് നടക്കണം. ആണ് നടക്കട്ടെ ഇപ്പൊ തന്നെ. അല്ലെങ്കിൽ വേറെ ട്രിപ്പ് അടിച്ചാല് വണ്ടിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എത്തൂല. ഒരു പ്രൈവറ്റ് ട്രിപ്പ് അടിച്ചേക്കണം കേട്ടോ. 244 രൂപയുടെ. ഞാൻ എന്തായാലും അത് എടുക്കുന്നില്ല. പ്രൈവറ്റ് ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് കുറെ ഉപകാരങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഇനിയിപ്പോ പോയി വരാൻ സമയമില്ല. ആലുവക്കാണ് ഡ്രോപ്പ് ഉള്ളത്, 7 കിലോമീറ്റർ. അപ്പൊ ഇനി ഏതായാലും ഒറ്റ ട്രിപ്പ് എടുത്തിട്ട് റൂമിലേക്ക് പോകാനാണ് പരിപാടി. അപ്പൊ ഇനി അങ്ങനത്തെ ട്രിപ്പ് അടിക്കട്ടെ. ഇപ്പൊ ട്രിപ്പ് അടിക്കാൻ തുടങ്ങിക്കണ്. അപ്പൊ ഏതായാലും വണ്ടിന്റെ അടുത്തേക്ക് വെല്ല നടന്നു പോട്ടെ. അടുത്ത പ്രൈവറ്റ് ട്രിപ്പ് അടിക്കണം കേട്ടോ. ഇത് അങ്കമാലിക്കാട്ടോ, 11 കിലോമീറ്റർ. ഒക്കെ 200 സംതിങ് ആട്ടോ റേറ്റ് ഉള്ളത്. കറക്റ്റ് നമ്മളെ വണ്ടിന്റെ അടുത്തേക്ക് എത്താൻ നേരത്തെ നമുക്കൊരു ചന്തുവിന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഡൊമസ്റ്റിക് നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ചെറിയ ട്രിപ്പാണ്, ആലുവക്കാണുള്ളത്. ഇപ്പൊ ഏതായാലും ഇവിടെ നിക്കുന്നില്ല. ഇനിയിപ്പോ റിൻഷിതൊക്കെ പോയില്ലേ. റിൻഷിത് പോയാലും ഇവിടെ ട്രിപ്പ് അടിക്കാൻ തുടങ്ങിയിരിക്കണ്. ഇപ്പൊ ചിലപ്പോ അത് ഒഴിവാക്കിയ വേറെ കാക്കനാട്ടിക്കൊക്കെ അടിക്കും. പിന്നെ വലിയ റേറ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഇത് ചെറിയ ട്രിപ്പാണ്, 12 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാല് നാളെ രാവിലെ ഇറങ്ങലും മുടങ്ങും. ഇപ്പൊ ഇത് ഒഴിവാക്കി കഴിഞ്ഞാല് പിന്നെ കുറച്ച് നേരം ട്രിപ്പ് അടിക്കൂല. അപ്പൊ കരുതും ഒഴിവാക്കണ്ടില്ലാന്ന് കരുതും. ഇപ്പൊ കുറച്ച് ഫ്ലൈറ്റുകൾ വന്നോണ്ട് ചെറിയൊരു തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഈ അടിക്കണത്. അപ്പൊ ഏതായാലും പോയിട്ട് ഈ ട്രിപ്പ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യട്ടെ, ചന്തുവിന്റെ ട്രിപ്പ്. അത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതോടെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ അരേവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ആള് റിസർവേഷനാ ബുക്ക് ചെയ്തേക്കണം, 10 മിനിറ്റ് ആവും. അപ്പൊ റീച്ചിങ് ആലുവ, നോ ഡിലേ, ഓൺ ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ വലിയ ബ്ലോക്ക് ഇല്ല. ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ വണ്ടി ഉണ്ട്, അപ്പൊ റിവേഴ്സ് എടുക്കാൻ പറ്റൂല. ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടി ഉള്ളിലേക്ക് കയറേണ്ടി വരും. അപ്പോഴേ ആള് പുറത്തിറങ്ങുള്ളൂ. എനിക്കൊന്നും ട്രെയിൻ അവിടെ നിർത്തിയിട്ടില്ല. റിസർവേഷൻ ട്രിപ്പാണ്, ഞാനത് കണ്ടതുമില്ല. 8:11 പിക്കപ്പ് ഉള്ളത്. അങ്ങനെ കേസ് നമ്മളെ ആലുവ എന്നുള്ള ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളിവിടെ NAD റോഡിന്റെ അവിടെ ആയിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് നമുക്ക് കിട്ടിയത് 211 രൂപ കിട്ടിയത്. അപ്പൊ ഇപ്പൊ സമയം 8:46 ആയിരുന്നു കേട്ടോ. ഞാനിപ്പോ റൂമിലേക്ക് ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 5.5 കിലോമീറ്റർ ഉണ്ട് റൂമിലേക്ക്. ഇനി ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഏതായാലും ഓഫ് ആക്കിയിട്ടില്ല. നമ്മളെ ബോംബെ കാഫിക്ക് എത്തുമ്പോഴേ ഓഫ്ലൈൻ ആക്കാം. അതുവരെ ഇങ്ങനെ പോട്ടെ. ഏതായാലും ചെറിയ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ. സമയം ഒരു 9:02 ആയപ്പോഴേ ഞാനിവിടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. റാപ്പിഡോ പാടെ ഓഫ്ലൈൻ ആക്കട്ടെ. റാപ്പിഡോയിൽ ഇന്ന് ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. 0 ഏണിങ്സ് ആണ്.
CNG അടിച്ചിട്ട് 152 കിലോമീറ്റർ ആട്ടോ ഓടിയത്. ബിയില് 261 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടോട്ടല്. നമ്മളെ ആ പേഴ്സണൽ ട്രിപ്പ് പോയിട്ട് കുറെ ഇങ്ങോട്ട് കാലടിച്ച് പോകുന്നത്, അതുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ ആയത്. സാധാരണ ഒരു 190 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ലോക്കൽ ഓടിയാൽ തന്നെ പൈസ ആവലുണ്ട്. ഇതിപ്പോ 260 സംതിങ് ആയി. അപ്പോ വലിയ ഏണിങ്സ് ആയിട്ടില്ല, അതിൻ്റെതായിട്ടുള്ള ഏണിങ്സ് ആയിട്ടില്ല, നമ്മൾ കുറെ കാലടിച്ച് പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പേഴ്സണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് ഇവിടെ ലോക്കലായിട്ടും മോശമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ വലിയ ഓട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എറണാകുളത്ത്. അപ്പൊ ഏതായാലും ഓക്കെ ഗേസ്, അപ്പൊ ഇനി പോയിട്ട് കിടന്നുറങ്ങണ്ട, നാളെ രാവിലെ വർക്കിന് ഇറങ്ങണം.